ഇനിയിപ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റ് ഉണ്ട്. എന്തോ പ്രിപ്പയർ ഫോർ എ ഷോക്ക് മിസ്റ്റർ വിജയകുമാർ. Yes. പുലിമട. ഇന്നത്തെ പുലിമടയിൽ എത്തിച്ചേരുന്നത് നമ്മുടെ പുലിമടയിൽ കയറാൻ ആരാ വന്നിരിക്കുന്നതെന്ന് ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. കൊല്ലത്തുനിന്നൊരു പുലിയാണ് മുകേഷ്. ഹായ് മുകേഷ്, ഗുഡ് ഈവനിങ്. മുകേഷ്, ഞങ്ങൾ 24-ലെ മിക്കവാറും എല്ലാ അവതാരകരും മുകേഷിൻ്റെ കാര്യം കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ മുകേഷ് അടുത്തിടെ നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കൂടി താർത്തേച്ച് പോയി. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ മുകേഷ് ഇങ്ങനെ കത്തി കയറുകയായിരുന്നു. അപ്പോൾ നമുക്ക് ജോലി വേണ്ടി വന്നില്ല, മൊത്തം മുകേഷ് ആയിരുന്നു. അപ്പോൾ അത് നന്നായി, വളരെ നന്നായി എന്നാണ് പ്രേക്ഷകരൊക്കെ പറഞ്ഞു. മുകേഷ്, നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ എല്ലാ എനിക്കൊന്ന് സ്ക്രീനിൽ മുകേഷ് കാണാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ 24-ലെ അവതാരകരും ഉണ്ട്. മുകേഷിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലും. പ്രിയമായിട്ടുള്ള ഒരു അരുണ്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. മുകേഷ്, ഈ കൊല്ലത്ത് മുകേഷ് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അങ്ങനെ ഞാനും കേട്ടു. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറയുന്നത് കേൾക്കാം. ഈ മുകേഷ് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടോ അതോ അതിനോട് പൊരുത്തപ്പെടാൻ ഇനി സമയം എടുക്കുമോ? അല്ല, അതിപ്പം പാകപ്പെട്ട് കുറെ നാളായിട്ട് പാകപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ എന്ന് പറയാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. NK പ്രേമൻ തന്നെ ആണെങ്കിലും ഒരു പേടിയില്ല, കട്ടക്ക് നിൽക്കുമല്ലേ? എന്തിനാണ് പേടിക്കുന്നത്? അദ്ദേഹം നമ്മുടെ സുഹൃത്തല്ലേ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുകേഷ്, നമ്മളിനി തെരഞ്ഞെടുപ്പ് കൊണ്ട് വിട്ടു കഴിഞ്ഞാലേ മുകേഷ് ഒരു ടെലിവിഷൻ ആങ്കറാണ്. ഈ പ്രത്യേകിച്ച് ഒരുപാട് പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ TV ചാനലുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകേഷിന് ഈ 24 കാണാൻ സമയം കിട്ടാറുണ്ടോ? നമ്മുടെ ഈ അവതാരകരോട് മുകേഷ് എന്തെങ്കിലും ഒരു ടെലിവിഷനിലൂടെ തന്നെ ഒരു അഡ്വൈസ് കൊടുക്കണോ? അല്ല, ഈ അവതാരകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കലയാണ്. പണ്ടത്തെ അവതാരകരും ഇപ്പോഴത്തെ അവതാരകരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല കൃത്യമായിട്ട് ക്ലിപ്തമായിട്ട് വരുന്നവരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, അവരെ നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്ത് വിടണം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്. ഇവനെ എങ്ങനെ ശരിയാക്കാം, ഇവനെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ വരുന്നവരായിരിക്കും. അപ്പോൾ അവരെ ഏത് തരത്തിലാണ് നമുക്കൊന്ന് ശരിയാക്കി വിടാമെന്നുള്ള ഒരു വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവതാരകൻ എന്നുള്ള നിലയിൽ എൻ്റെ തുടക്കം ഞാൻ പറഞ്ഞോളട്ടെ, പറയട്ടെ. പറഞ്ഞോളൂ. എൻ്റെ അവതാരകൻ എന്നുള്ള നിലയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. ഇവർ ഒരുപാട് പ്രിപ്പയർ ചെയ്യണം. ഒരു കലാപരിപാടിയാണെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ നല്ല പ്രിപ്പയർഡായിരിക്കണം. ഏത് സമയത്ത് എന്തും പറയുവാനുള്ള, മറുപടി പറയുവാനുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ബുദ്ധി വേണം. അപ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരള കൗമുദി നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ, അപ്പോൾ അതിൻ്റെ പരിപാടിയുടെ പേര് തന്നെ ക്ലാസ്മേറ്റ്സ് മീറ്റ്സ് ക്ലാസ്മേറ്റ്സ്. അതായത് ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങി ഗംഭീര വിജയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ലാസ്മേറ്റ്സിലുള്ള അവരുടെ അഭിനേതാക്കളും ഒറിജിനൽ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പഠിച്ച ഞാൻ, മോഹൻലാൽ, പ്രിയദർശൻ, MG ശ്രീകുമാർ, മണിയമ്പിള്ള രാജു, സുരേഷ് കുമാർ, അങ്ങനെ ഇവരെല്ലാവരും ഒരു വശത്ത്. പെട്ടെന്ന് ഇവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മുകേഷ് ആങ്കർ ചെയ്യണം. ഞാൻ പറഞ്ഞു, അയ്യോ, അത് വലിയ സംഭവമാണ്, നമ്മൾ അഭിനയിക്കുന്നത് പോലല്ല, അത് വേറെ ആരുമില്ല, ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം ആങ്കർഷിപ്പ് എൻ്റെ കയ്യിൽ വന്നു തരികയാണ്. തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് ഞാനൊരു സത്യം മനസ്സിലാക്കി, എന്തും പറയാം നമുക്ക്. ഇവരിയ്ക്കുന്നവരെല്ലാം നമ്മുടെ ദയാദാക്ഷിണ്യത്തിൽ ഇങ്ങനെ എന്നെപ്പറ്റി മറ്റേത് പറയല്ലേ, അത് നീ തമാശയ്ക്ക് പോലും അത് പറയല്ലേ. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആണിപ്പുറത്തിരിക്കുമായിരുന്നു, നീ എന്തൊക്കെ വിളിച്ച് പറയാൻ പോകുന്നു ആർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം, അന്ന് ആദ്യമായിട്ട് മോഹൻലാലിനെ ഒരു ഹെലികോപ്റ്ററിലാണ് എറണാകുളത്ത് നിന്ന് കേരള കൗമുദി
പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നു, ആദ്യമായിട്ടൊരു സിനിമാ നടൻ ഒരു ഫംഗ്ഷന് വേണ്ടി ഹെലികോപ്റ്ററിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വലിയ പ്രൊപ്പഗൻഡ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ സെനറ്റ് ഹാളിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോഹൻലാൽ അല്ലേ അത്? മോഹൻലാൽ മെനഞ്ഞാന്നേ പോയല്ലോ. അല്ല, മോഹൻലാലാന്ന് തോന്നുന്നില്ല. കാർ തിരിച്ചു വന്നപ്പം മോഹൻലാൽ തന്നെ ആയിരുന്നു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഹെലികോപ്റ്റർ തിരിച്ചുകൊണ്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്നില്ല, ഇന്ന് വരുമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോഹൻലാലിന് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തിയത്. ഓക്കെ താങ്ക് യു മുകേഷ്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് കാണാം. കൊല്ലത്ത് കാണേണ്ടി വരും. പ്രചാരണത്തിനിടയ്ക്ക് നമ്മൾ വരും. അതെ, ഇടയ്ക്ക് നമ്മൾ വരും. അപ്പോൾ 24 പോരാട്ടം ആശംസിക്കുന്നു. താങ്ക് യു മുകേഷിന്. കൊല്ലത്ത് ഒരു പൊരിഞ്ഞ പോരാട്ടം വിജയകുമാർ ആശംസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു. മാത്രമല്ല ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ്, സിറ്റിംഗ് എം പിയും സിറ്റിംഗ് MLA തമ്മിൽ. ഓക്കെ, താങ്ക് യു മുകേഷ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ CPIM ഗൗരവത്തിൽ ആലോചിക്കുന്നു മുകേഷിനെ കൊല്ലത്ത് നിർത്താൻ. ഇന്ന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇന്ന് കൊല്ലത്ത് മത്സരിക്കുന്ന പ്രേമചന്ദ്രൻ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? സ്ഥാനാർത്ഥി അല്ലേ? അല്ല, മുകേഷ് ഇപ്പൊ പറഞ്ഞു എനിക്കിപ്പോ പറയാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലിരുന്ന് ആന്നടാ പുല്ലേ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഈ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാർട്ടി മുകേഷിനെ ഓരോരുത്തർ ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത് വൈറലാക്കുന്ന പരിപാടി സ്ഥിരമായിട്ട് പാവം പിടിച്ച ഫോൺ എടുക്കും. അതിൽ ഒന്ന് ഒരെണ്ണം അന്തസ്സോട് അന്തസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും വൈറലായിട്ട് ഇന്നലെ കേട്ടായിരുന്നു ഞാൻ. അതൊരു പ്രയോഗമായി പോയി. എനിക്കൊന്ന് ആഷ്മി രാത്രി ഉറങ്ങാൻ വേണ്ടി കേൾക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ഭേദം മുകേഷ് ചേട്ടൻ ആ രീതിയിലാണ് അവതരിപ്പിക്കുക. അതായത് മുകേഷ് ചേട്ടാ, ഞാൻ മുകേഷ് ചേട്ടൻ്റെ വലിയൊരു ആരാധനയാണ്. ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ രീതി അത് ഭയങ്കര രസമാണ്. അല്ല, മുകേഷ് ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അത് ലോക സത്യമാണെന്ന് എനിക്ക് തോന്നി. പുള്ളി പറഞ്ഞു, ഓരോരുത്തരും വരുമ്പോഴേ ഇങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ ഈ ഫ്ലോറിൽ വന്നിട്ട് എന്ത് തോന്നുന്നു, ഇതേപോലൊരു ഫ്ലോറിൽ വരാനും കാറുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനും താങ്കളുടെ ഫലിതങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും കഴിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നുമല്ല. അതാണ് എപ്പോഴേ നമ്മള് ഇപ്പം മുകേഷ് എന്ന് പറയുന്ന നടന്റെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി. അദ്ദേഹം പണ്ടത്തെ കാര്യങ്ങൾ വരെ വളരെ നർമ്മം ചാലിച്ച് അത് എപ്പോഴും ഇത്രയും കഥകൾ കയ്യിലുള്ള മറ്റൊരു നടനില്ല. സാധാരണഗതിയിലെ ഞാൻ കണ്ടിട്ടുള്ള പല നടന്മാരും ഇപ്പൊ ഇന്നസെന്റ് ഉണ്ടെങ്കിൽ അതിന് അപവാദമായിരുന്നു. അതായത് ക്യാമറയ്ക്ക് പിന്നിൽ ഇവർ വളരെ സജീവമാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അത്ര സജീവമായിരിക്കത്തില്ല. ഇത് രണ്ടും ഒന്നിച്ച് പോകത്തില്ല. അതേസമയം ഇന്നസെന്റ് ചേട്ടനൊക്കെ അതിന് വ്യത്യസ്ത കാഴ്ചയായിരുന്നു. ജഗതി ചേട്ടൻ തന്നെ ക്യാമറയുടെ മുന്നിൽ ഒരിക്കലും ഡയറക്ടർ പ്രതീക്ഷിക്കാത്ത അഭിനയം കാഴ്ചവെക്കും. അതുപോലെ അദ്ദേഹം ഇടുന്ന നമ്പറുകൾ ചിലപ്പോൾ അദ്ദേഹം ചില പുതിയ ആർട്ടിസ്റ്റിനോടൊക്കെ അഭിനയിക്കുമ്പോഴേ രഹസ്യമായിട്ട് പോയി അമ്പിളിച്ചേട്ടനോട് ജഗതി ചേട്ടനോട് അവർ പറയും, ഉപദ്രവിക്കല്ലേ എന്ന് പറയും. എന്തെന്നറിയാമോ? കാരണം അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു നിപ്പ് നിൽക്കും. അപ്പോൾ ലാസ്റ്റിൽ മുഴുവൻ ശ്രദ്ധ അങ്ങേരിലായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്ക്രീനിൽ ഇവരെല്ലാം ഉണ്ടെങ്കിലും ആരും ഇവരെ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഉപദ്രവിക്കരുത്, ലാസ്റ്റിൽ പറയാതെ റിഹേഴ്സൽ കാണിക്കാത്ത നമ്പറുകൾ ഇട്ട് കളയരുത് എന്ന് പറയും. അതേസമയം അദ്ദേഹം ശരിക്കും നമ്മളിപ്പോൾ അങ്ങേരിങ്ങനെ എൻ്റെ രൂപ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കട്ട് ഇങ്ങനെ അങ്ങ് ഭയങ്കര ഡഡ് സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മുകേഷ് അങ്ങനെയല്ല, കഥകളുടെ ഘോഷയാത്രയാണ്. ഇത്രയും എന്ന് പറയാനുള്ള മാത്രമല്ല, സ്വന്തം പരിമിതികളെ കുറിച്ച് ഇത്രയും ബോധമുള്ള ഒരു നടൻ പരസ്യമായിട്ടല്ലേ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. അത് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഗണേശ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് വിവരമില്ലായിരുന്നു. സാധാരണ ഒരു MLA പറയാൻ മടിക്കും, എല്ലാം അറിയാം എന്ന് ഭാവിക്കുന്നവരാണല്ലോ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകർ, അല്ലേ? ഓക്കെ മുകേഷ്, താങ്ക് യു.